JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഒരു തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാലാവധി നിശ്ചയിക്കുന്നു. ഈ കാലാവധി നിശ്ചയിച്ച് അപേക്ഷ സമർപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷ നടത്തി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇടുന്ന അവസരത്തില് ആ പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ധാരാളം കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അല്ലെ. ജനറൽ കാറ്റഗറിയിലുള്ളവരുണ്ട്, OBC-കാരുണ്ട്, SC/ST-കാരുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് ഇടുന്ന അവസരത്തില് ഓരോ കാറ്റഗറിയിലുള്ളവർക്കും പ്രത്യേകം കട്ട് ഓഫ് മാർക്ക് ഇടാറുണ്ടോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ ധാരാളം കോളുകൾ ദിവസേന എനിക്ക് വരാറുണ്ട്. സാറേ, അങ്ങനെ ഞങ്ങൾക്ക് വേറെ കട്ട് ഓഫ് ആണോ, ഞങ്ങൾക്ക് എങ്ങനെയാണ് കട്ട് ഓഫ്, ഓരോ തസ്തികകൾക്കും പ്രത്യേകമാണോ, ഞങ്ങളുടെ ഓരോ കാറ്റഗറി തിരിച്ച് കട്ട് ഓഫ് മാർക്ക് ഇടാറുണ്ടോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെല്ലാം മറുപടി ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ PSCയുടെ കട്ട് ഓഫ് മാർക്ക്, PSC എങ്ങനെയാണ് കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ PSCയെ സംബന്ധിച്ചിടത്തോളം ഒരു തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ച് അതിലേക്ക് പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് ഇടുന്ന അവസരത്തിൽ എത്ര പേരുടെ ലിസ്റ്റ് ആണോ PSC ഇടാൻ തീരുമാനിക്കുന്നത്, ഇപ്പം സപ്പോസ് ഒരു 100 പേരുടെ ലിസ്റ്റ് ആണ് PSC ഇടാൻ തീരുമാനിക്കുന്നത് എന്ന് വിചാരിക്കുക. പ്രസ്തുത 100ാമത്തെ ആളിന് വരുന്ന മാർക്കാണ് PSC ആ തസ്തികയ്ക്കുള്ള കട്ട് ഓഫ് മാർക്കായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് ആ PSCയുടെ ആ തസ്തികയിലേക്കുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OBC-കാർക്ക്, SC/ST-കാർക്ക്, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് എല്ലാവർക്കും തന്നെ കട്ട് ഓഫില് യാതൊരു വ്യത്യാസം, എല്ലാവർക്കും പൊതുവായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. ഇനി അത് സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ, അത് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ നമുക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും. ഇപ്പൊ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചു, അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വിളിച്ചെങ്കിൽ അതിന് ഒരു കട്ട് ഓഫ് ആയിരിക്കും പൊതുവായി ഉണ്ടാവുക. അല്ല, ഡിസ്ട്രിക്ട് വൈസ് വേരിയസ് ആയിട്ടാണ് ഒരു തസ്തികയിലേക്ക് വിളിച്ചെങ്കിൽ ആ തസ്തികയ്ക്ക് ഓരോ ജില്ലയ്ക്കും വ്യത്യസ്ത കട്ട് ഓഫുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓരോ ജില്ലയ്ക്കും ഓരോരോ കട്ട് ഓഫ് മാർക്കുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ മാറ്റം ഉണ്ടാകാം, വേരിയേഷൻ ഉണ്ടാവാം. അപ്പോൾ അതല്ലാതെ OBC-കാർക്ക്, SC/ST-കാർക്ക്, ഭിന്നശേഷിക്കാർക്ക് എല്ലാം തന്നെ അവരുടേതായ സംവരണം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ, അഡ്വൈസ് തയ്യാറാക്കുന്ന അവസരത്തിൽ റൊട്ടേഷൻ പ്രകാരം ഓരോരുത്തർക്കും അവരവരുടെ സംവരണത്തിൽ എത്ര പെർസെന്റേജ് ഉണ്ട് ആ പെർസെന്റേജ് അനുസരിച്ചുള്ള സംവരണങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അല്ലാതെ പ്രത്യേകമായിട്ട് കട്ട് ഓഫ് മാർക്കുകൾ ഓരോ വിഭാഗത്തിനും പ്രത്യേകമായിട്ട് കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അല്ലാതെ ഒരു തസ്തികയിലേക്ക് കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്ന അവസരത്തിൽ സ്റ്റേറ്റ് വൈഡിന് ഒരു കോമൺ ആയിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുള്ളൂ. വേരിയസിനാണെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ കട്ട് ഓഫുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന, ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞാൽ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.